ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെവനിയർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവുവിൻ്റെ ആ ഒരു കാര്യം നടക്കില്ലെന്ന് തന്നെ അമ്മ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ഇത് കേട്ട് രേവതിയാണെങ്കിൽ എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത്? അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെയല്ലേ അവൾ കല്യാണം കഴിക്കേണ്ടത്, അതിന് അമ്മ എതിർത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സച്ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത് ചിലപ്പോൾ സച്ചേട്ടൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ഇവളുടെ ഭാഗവും കൂടി നോക്കണ്ടേ? ഇത് കഴിഞ്ഞപ്പോഴേക്ക് രേവതി, നീ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ട രേവതി. സച്ചി എന്താണോ വന്നു പറഞ്ഞത് അതേപോലെ തന്നെ നോക്കാനാണ് എൻ്റെ തീരുമാനം. കാരണം സച്ചിയാണ് എനിക്ക് ഏറ്റവും വലുത്. ഈ കുടുംബത്തിന് ഒരു നാഥനില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാതിരുന്നതേ അവനുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാറില്ലേ? നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവന് ഓടി ഓടി നടക്കാറില്ലേ? അപ്പോൾ അതൊക്കെ എന്താ രേവതി ചിന്തിക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദേവ് നടക്കേണ്ട കാര്യമുണ്ട് അമ്മേ. അവളുടെ മനസ്സിലുള്ള ഇഷ്ടമുള്ള ഒരാളെ അവൾ ചൂണ്ടിക്കാണിച്ചു. അത് നമ്മൾ അംഗീകരിക്കാനല്ലാതെ എന്തിനാ അമ്മ തള്ളിക്കളയുന്നത്? അപ്പോൾ സച്ചി പറഞ്ഞതോ? സച്ചി എന്താ പറഞ്ഞത്? അവനാൾ ശരിയല്ല, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ദേവുവിൻ്റെ ജീവിതം താറുമാറായി പോകുമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞതാ എന്നോട്. അതുകൊണ്ട് സച്ചി പറയുന്നതിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. അമ്മേ, സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞത് സച്ചിയേട്ടനും അയാളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അത് പോലീസുകാരായ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അമ്മ. എന്ത് പോലീസുകാരായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അങ്ങനെ സച്ചി വന്ന് ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും മോശമായ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് സച്ചി അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ സച്ചി ഒരിക്കലും അങ്ങനെയൊന്നും പറയാനായിട്ട് പോകുന്നില്ല. അത് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവളെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും സച്ചി എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ നടക്കുക. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ സച്ചി 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. സച്ചി പറഞ്ഞത് മാത്രമാണ് വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. അപ്പോൾ ദൈവമാണെങ്കിൽ അമ്മേ, ഞാൻ പറയുന്നൊന്നും വേണ്ട, നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, അതെനിക്ക് കേൾക്കാൻ വേണ്ട. നീ പറയുന്ന കാര്യങ്ങൾ നടക്കില്ല. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിൻ്റെ ഈ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല. ഇനി ഞങ്ങളെല്ലാം ധിക്കരിച്ചുകൊണ്ട് നിനക്ക് ഈ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നടക്കട്ടെ, അതിന് ഒരെതിർപ്പുമില്ല. പക്ഷേ ഞങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ഇനി കയറി വരാൻ പോകരുത്. സച്ചിമോൻ ഒരു അനാവശ്യമായ ഒരു കാര്യവും ഈ വീടിന് വേണ്ടി ചെയ്യാൻ പോകുന്നില്ല. അവൻ പറഞ്ഞ തന്നെയാണ് ശരി, അവൻ പറഞ്ഞ കാര്യങ്ങളെ ഇവിടെ നടക്കത്തുള്ളൂ എന്നിങ്ങനെ അമ്മ പറയുകയാണ്. ദേവുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഈ രേവതിയാണെങ്കിൽ ദേവുവിനെയും കൂട്ടി മാറി നിന്ന് സംസാരിക്കുകയാണ്. ദേവു, എന്താ ദേവു ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, കണ്ടില്ലേ, എനിക്ക് അരുണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് രേവതി ചേച്ചി ഒന്ന് സംസാരിക്കുക ചേച്ചി, എനിക്കല്ലാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. മോളെ, സച്ചിയേട്ടൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. സച്ചിയേട്ടനെ ഒരുപാട് കാര്യങ്ങളിലെല്ലാം ഈ അരുൺ എന്ന് പറഞ്ഞ അയാൾ കുടുക്കിയിട്ടുണ്ട്. ഒരു അനാവശ്യമായ കാര്യങ്ങളാണ്. സച്ചിൻ്റെ കാറ് പിടിച്ചുകൊണ്ട് പോയത് ഓർക്കുന്നില്ലേ? ആ സമയത്ത് ഞാനും ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വെറും അനാവശ്യമായ കേസാണ് സച്ചിൻ്റെ മേല് ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെടുത്തുന്നത്. അയാൾ മോശമായ ആൾ തന്നെയാണെന്നും പറയാണ്. ചേച്ചി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറയുന്നുണ്ട് അയാൾ മോശമായ ആളാണെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അരുണേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അരുണേട്ടനെ അങ്ങനെ മനസ്സിലാക്കാതെ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട് ചേച്ചി. ഉറപ്പായിട്ടും അരുണേട്ടൻ നല്ല ആൾ തന്നെയാണ് ചേച്ചി. അരുണേട്ടൻ ഞങ്ങളോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ചേച്ചിക്ക് അറിയോ, എന്നോട് ഇതുവരെയായിട്ടൊരു മോശമായ ഒരു രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല, എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതുപോലെ അരുണേട്ടനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അരുണേട്ടൻ്റെ അമ്മയ്ക്കും അതേപോലെ തന്നെ എനിക്കും അരുണേട്ടനെ നന്നായിട്ട് തന്നെ അറിയാം. മറ്റുള്ളവർ പറയുന്നതാണോ ചേച്ചി കാരണം? എൻ്റെ അരുണേട്ടനാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. അവരുടെ ഭാഗത്ത് പല വീഴ്ചകളുണ്ടാവും. എല്ലാവരോടും നന്മയായിട്ട് പെരുമാറാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ സച്ചിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സച്ചിയേട്ടൻ്റെ നാട്ടിൽ എന്താ പറയുന്നത്? റൗഡി, എല്ലായിടത്തും അടി കൂടാൻ പോകുന്നവൻ, കുടിയൻ എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ നമ്മുടെ സച്ചിയേട്ടൻ അങ്ങനെയാണോ? ചേച്ചിക്കറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാൻ പാടില്ല സച്ചിയുടെ സ്വഭാവം എന്താണെന്ന്. അപ്പോൾ പിന്നെ എന്താണ് ചേച്ചി സത്യം എന്നൊക്കെ പറയുമ്പോൾ ദേവ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ രേവതി പറയണം, ദേവു നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ സംസാരിക്കാം, സച്ചിയേട്ടനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, അതിനുശേഷം എന്നോട് ഞാൻ പറയാം. നീ ഇങ്ങനെ കരയല്ലേ. രേവതി ചേച്ചി, എനിക്ക് അരുണേട്ടനെ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അരുണേട്ടൻ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയതാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അരുണേട്ടനില്ല, അരുണേട്ടനെ മറക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാകാത്ത കാര്യമാണ് ചേച്ചി. അരുണേട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല എന്നും അവിടെ പറയാം.
അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവ് കരയാണ്. ദേവുവിനെ ആശ്വാസപ്പെടുത്തുകയാണ് രേവതി. അങ്ങനെ സച്ചിയെ കാണിക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ വെരുകമ്പുഴുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടോ പാഞ്ഞോണ്ട് നടക്കുവാണ്. സച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും അരിശയാണ് വരുന്നത്, ചെറിയ ഓവർ ആക്ടിങ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ദേവ് പറഞ്ഞ കാര്യങ്ങളും ആ അമ്പലത്തിൽ അരുണിനെ കണ്ട കാര്യങ്ങളും ഒക്കെയാണ് ആ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ രേവതി വന്നു. അപ്പോൾ രേവതി വന്നിട്ട് പറയണം, സച്ചിയേട്ടാ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോയത്? എന്താ, എനിക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. വീട്ടിലേക്ക് പോകാം, പക്ഷേ സച്ചിൻ അവിടെ അനാവശ്യമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. ദേവുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തിനാണ് അമ്മയോട് വെളിപ്പെടുത്തിയത്? പറയണ്ടേ പിന്നെ. അവളൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അമ്മയോടും വീട്ടുകാരോടും പറയണമല്ലോ. പിന്നെ പറഞ്ഞു വിചാരിച്ച എന്താ കുഴപ്പം? അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ അനുവാദമൊന്നും വേണ്ട, ഞാൻ അവിടെ പോയി, അതെൻ്റെ വീടാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ പെങ്ങളാണ്, അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പോയി എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതിന് എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചിയേട്ടാ, ദേവു അരുണിനെ അത്രയും മാത്രം സ്നേഹിക്കുന്നുണ്ട്. അവർ സ്നേഹിച്ചോട്ടെന്നേ, സ്നേഹിച്ചവരല്ലേ സച്ചിയേട്ടാ കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. ആഹോ, നീ എന്താ അവനെ സപ്പോർട്ട് സംസാരിക്കുകയാണോ? അല്ല സച്ചിയേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സച്ചിയേട്ടാ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. എന്നിട്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടോ? നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? സച്ചിയേട്ടാ, അത് വേറെ ഇത് വേറെ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഞാൻ ആരെയും പ്രണയിച്ചിട്ടുമില്ല. പക്ഷേ ദേവു അങ്ങനെയല്ല. ദേവു ഒരാളെ പ്രണയിച്ചു, അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അവൾക്ക് അവനെ ശരിക്കും വിശ്വാസമാണ്, നല്ലവനാണെന്നാണ് പറയുന്നത്. അവളങ്ങനെ പറയും. അവളുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണല്ലോ ഈ പറഞ്ഞവൻ. അപ്പോൾ അവൻ താനീ ഫ്രോഡാണ്. രേവതി, എന്നോടും നിന്നോടും ചെയ്ത കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാലോ. ഒരു കാരണവുമില്ലാതെയല്ലേ അവൻ എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടതും അതേപോലെ തന്നെ എൻ്റെ കാറ് പിടിച്ചെടുത്തതൊക്കെ. ഞാൻ നിരപരാധിയായിരുന്നില്ലേ? അവൻ എന്തിനങ്ങനെ ചെയ്തു? അതൊക്കെ അവൻ്റെ അഹങ്കാര സുഖം. എനിക്ക് അവനെ കണ്ണിനേരെ കണ്ടൂടാ. എന്തൊക്കെ വന്നാലും അത് നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ, എന്തിനാ സച്ചിയേട്ടാ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? സച്ചിയേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടില്ലേ? ഞാനെന്ത് തെറ്റ് ചെയ്തു? അത് ശരി. അപ്പം എന്നെക്കാലം വലുതാണ് നിനക്ക് അവൻ അല്ലേ? അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്താണ് നീ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നീ തയ്യാറാവുന്നില്ല. എങ്ങനെ? അങ്ങനെ നമ്മുടെ സച്ചിൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ കണ്ണുകളെന്നറിയാം. അപ്പോൾ രേവതിയുടെ കണ്ണ് നിറയുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടം. രേവതി, ദേവുവിൻ്റെ നല്ല കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ ദേവു അല്ലേ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ദേവുവിനെ നല്ലൊരു കൈകളിലേക്ക് ഏൽപ്പിക്കണം. ആ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടെത്തും. എന്നിട്ട് ദേവുവിൻ്റെ കല്യാണം ഞാൻ തന്നെ നടത്തി കൊടുക്കും. രേവതി, നീ പേടിക്കണ്ട. എന്നെപ്പോലൊരു മോശം ചെറുക്കനെയൊന്നും അല്ല അവൾക്ക് കണ്ടെത്തി കൊടുക്കാൻ പോകുന്നത്. അവൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു ചെറുക്കനെ തന്നെ അവൾക്ക് കിട്ടും. സച്ചിയേട്ടാ, അതിന് സച്ചിയേട്ടൻ്റെ സ്വഭാവത്തിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സച്ചിയേട്ടൻ നല്ലവൻ തന്നെയാണ് സച്ചിയേട്ടാ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലല്ലോ സച്ചിയേട്ട കാര്യങ്ങളെല്ലാം. നമ്മളൊരു ചെറുക്കനെ കൊണ്ടുവന്ന് അവൾ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അവൾ കല്യാണം കഴിക്കണം. ഏതായാലും എന്തൊക്കെ സംഭവിച്ചാലും ആ അരുണിനെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഈ കല്യാണത്തിന് ഞാൻ കൂട്ട് നിൽക്കത്തുമില്ല. ഇനി എന്നെ ധിക്കരിച്ചുകൊണ്ട് ആ കല്യാണം നടത്താനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ആ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ മാത്രമല്ല, നീയും പോകത്തില്ല ആ കല്യാണത്തിന്. ഇനി അഥവാ നിനക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നിൻ്റെ കുടുംബമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ നിർത്തിയേക്കും, സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നിൻ്റെ കുടുംബത്തേക്ക് ഞാൻ കയറുമില്ല, ആ കുടുംബത്തെ ഞാൻ തിരിഞ്ഞ് നോക്കത്തുമില്ല എന്ന് സച്ചി ഭയങ്കര വാശി പിടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവുവിന്. അപ്പോൾ ദേവു കട്ടിലിരുന്ന് ഇങ്ങനെ കരച്ചില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവുവിന് കോള് വരികയാണ്, നമ്മുടെ അരുണിൻ്റെ കോള് വരികയാണ്. അപ്പം അമ്മ നോക്കുമ്പോൾ കോള് വരുന്നുണ്ട്, പക്ഷേ ദേവു ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം അമ്മയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷം തോന്നുക. അങ്ങനെ ആ ഫോൺ കട്ടാകുകയാണ്, വീണ്ടും കോള് വരിക. അങ്ങനെ വീണ്ടും കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവു ആ കോളെടുത്ത് നോക്കിയപ്പോൾ അരുണ. അപ്പോൾ അമ്മ പോകാതെ അവിടെ തന്നെ നോക്കുക, ഇവള് കോൾ എടുക്കുകയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഈ അമ്മ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ആ കോൾ അങ്ങോട്ട് കട്ടാക്കിയിട്ട് ആ ഫോൺ അങ്ങോട്ട് കട്ടിലേ തന്നെ വലിച്ചെറിയുകയാണ്. ഇരുന്നിങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പോൾ അരുണാണെങ്കിൽ ദൈവമേ, ദേവുക്ക് ഫോൺ കട്ടാക്കിയല്ലോ, ഇത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അമ്മയ്ക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി. പക്ഷെ എന്തായാലും സച്ചി പറഞ്ഞതിനപ്പുറം ഈ അമ്മ പോയില്ലെന്ന് തന്നെ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. വലിയ മൈൻഡൊന്നും ചെയ്യാനായിട്ട് അമ്മയും പോയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാത്രി ആയപ്പോഴത്തേക്കും സച്ചിയും ശ്രീകാന്തും ശ്രുതിയും ഒക്കെ ഇരുന്ന്
ടെറസിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര കുടിയാ. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ ഏട്ടത്തി ഇങ്ങോട്ട് കയറി വരുമോ, കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം പണി പാളും. അവളൊന്നും കയറി വരാനൊന്നും പോകുന്നില്ല, നീ ഇരുന്ന് അടിക്കടാ എന്നിങ്ങനെ പറയാണ്. ശ്രുതി അടിച്ച് തലയും കുമ്പിട്ട് നിൽക്കുകയാണ്. എന്നാലും അവനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവു ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലരുത്. ദേവുവിന് വലിയ ഒരു അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കണേ. എന്താ സച്ചേട്ടൻ എന്താണ് ഈ കിടന്ന് പറയുന്നത്? പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ എന്താ ആരും മനസ്സിലാക്കാത്തത്? ദൈവമേ, ഈ കണക്കിന് പോയ കല്യാണമൊന്നും കഴിക്കണ്ടായിരുന്നു. വർഷയുടെ കൺട്രോളിൽ തന്നെയാണ് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കണം. സച്ചേട്ടൻ ഒരു കാര്യം അറിയാം സച്ചേട്ടാ, അവൾ എന്നോട് പറയുവാണ് നമുക്ക് വേറൊരു റെസ്റ്റോറൻറ്റ് ഇടണം, അവിടെ നീ ജോലി ചെയ്താൽ മതിയെന്ന്. അതിന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് സച്ചേട്ടാ. ഞാൻ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എടുത്ത് വായിക്കും പറയും അവളുടെ അച്ഛനോട് പൈസ ചോദിക്കാമെന്ന്. അപ്പോൾ ഞാൻ അവളോട് തർക്കിച്ച് അങ്ങോട്ട് കയറി. എനിക്കതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എൻ്റെ അമ്മായി അച്ഛനോട് പൈസ ചോദിക്കാൻ പോകുന്നു. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ എന്താടാ കുഴപ്പം? നിൻ്റെ അമ്മായി അച്ഛനോട് കുറച്ച് പൈസ ചോദിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ശ്രുതിയേട്ട അങ്ങനെയൊക്കെ പറയാം, എനിക്കങ്ങനെയൊന്നും ചോദിക്കാനായിട്ട് പറ്റില്ല. സച്ചേട്ടാ എടാ, ഇനി അമ്മായി അച്ഛനോട് പൈസയൊക്കെ ചോദിക്കുന്നത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്, അത് ചോദിക്കാനായിട്ട് പാടില്ല. ഇതാണ് എൻ്റെ സച്ചേട്ടൻ. പക്ഷേ എന്ന് വിചാരിച്ച് നീ ഒരു ഈ പ്രശ്നത്തിൽ വർഷയെ ഒരുപാട് വേദനിപ്പിക്കാൻ നിൽക്കരുത്. അവളുടെ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ നീ കിടന്ന് പെരുമാറരുത്. അവൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. അയ്യോ സച്ചേട്ടാ, എനിക്കറിയാം സച്ചേട്ടാ. ഞാൻ എന്നെ സോഫ്റ്റായിട്ട് തന്നെയാണ് അവളോട് പറഞ്ഞത്. ഒരുപാട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടൊന്നും ഞാൻ സംസാരിച്ചില്ല സച്ചേട്ടാ എന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ നിൻ്റെയൊക്കെ പ്രശ്നം എന്ത് പ്രശ്നോടാ? എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഇപ്പോൾ പറഞ്ഞ ദേവുവിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നീ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നത്തിന് സംഭവിച്ച് എൻ്റെ ഭാര്യ എന്നെ എപ്പോഴേ ഇട്ടുകൊണ്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയണത്, ഏട്ടന് അങ്ങനെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഏട്ടത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിച്ചോണ്ട് വന്ന അമ്മ എൻ്റെ തല എടുക്കൂലേ? അതുകൊണ്ട് പറ്റില്ല. എല്ലാത്തിനും കാരണം ഈ സച്ചി തന്നെയാ. ഇവനാ ആ ബീരാനെ വിളിച്ചോണ്ട് വന്ന് എല്ലാം കുളം കലക്കി മറിച്ചത്. കൊള്ളാലോടാ, നിന്റെ ഭാര്യ ഇവിടെ എല്ലാവരെയും പറ്റിച്ച് മണ്ടന്മാരാക്കിക്കൊണ്ട് ഈ വീട്ടിൽ കഴിയായിരുന്നു. അപ്പം നിന്റെ ഭാര്യയുടെ കള്ളം പൊളിച്ച് ആ ഇറച്ചിവെട്ടുകാരനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നിനക്കത് സഹിക്കാൻ പറ്റിയില്ലേ? നീ ആൾ കൊള്ളാലോടാ എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്താണ് ഇനി ഒന്നും ചെയ്യാനില്ല, ശ്രുതിയുടെ കൂട്ടിക്കൊണ്ട് വരിക, അല്ലെങ്കിലേ ആ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ ആയി പോകും. അങ്ങനെയൊന്നും പറയല്ലേടാ, എൻ്റെ ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചിയാണെങ്കിൽ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഫോട്ടോയാണ് എന്തൊക്കെയോ അങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രേവതി ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ രേവതി ചായ കൊണ്ട് കൊടുക്കാൻ പോകുന്നൊരു സീനായിരുന്നു. പെട്ടെന്ന് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആ കോള് നമ്മുടെ ദേവുവിൻ്റെ കോളായിരുന്നു. എടുക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ രേവതി ആ കോൾ എടുക്കുകയാണ്. എന്താ ദേവു എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ചേച്ചി, ഇന്ന് അരുണേട്ടനും അമ്മയും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട രേവതി ഞെട്ടിപ്പോണേ, എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്തും കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.